ഞങ്ങൾ 2 പത്രിക കൊടുക്കുന്നുണ്ട്. ഒന്ന് AITC-യുടേതാണ് പ്രിഫറൻസ് നൽകുന്നത്. 2 അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും. കാരണം AITC കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള പത്രിക തള്ളിയതിനാലാണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള PV അൻവറിന്റെ നാമനിർദ്ദേശ പത്രികയിൽ 10 പേർ ഒപ്പിടാത്തത് കാരണമാണ് അൻവറിന്റെ പത്രിക തള്ളിയത്. TMC ദേശീയ പാർട്ടിയല്ലാത്തതിനാൽ നോമിനേഷനിൽ 10 പേർ ഒപ്പിട്ടിട്ടില്ല എന്നത് കണ്ടെത്തിയതും തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്നതും പത്രിക തള്ളാനുള്ള കാരണങ്ങളായി. അൻവർ നൽകിയ രണ്ടാമത്തെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതിനാൽ PV അൻവറിന് ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി ജനവിധി തേടാം. പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ വെച്ചാണ് പത്രികയിൽ സൂക്ഷ്മ പരിശോധന നടത്തിയത്. സൂക്ഷ്മ പരിശോധനയ്ക്കായി അൻവറും പെരിന്തൽമണ്ണയിലെത്തിയിരുന്നു. ഞങ്ങൾ 2 പത്രിക കൊടുക്കുന്നുണ്ട്. ഒന്ന് AITC-യുടേതാണ് പ്രിഫറൻസ് നൽകുന്നത്. 2 അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും. കാരണം AITC കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല. പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ AITC-യുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട്. അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. തള്ളി എന്നാണ് വാർത്ത. AITC കൊടുത്തത് മാറ്റിവെച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ AITC-യുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷന് വെയിറ്റ് ചെയ്യാണ്. അതാണ് ഞാനിവിടെ ഈ RDO ഓഫീസിൻ്റെ മുന്നിൽ ഈ കാറിലിരിക്കുന്നത്. അപ്പോൾ വസ്തുതകൾ ഇതാണ് സ്ഥിതി. എന്തായിരുന്നാലും സ്വതന്ത്രനായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തടസ്സമുള്ളതിനാൽ തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയായി സ്വതന്ത്രനായാണ് PV അൻവർ നിലമ്പൂരിൽ പോരിനിറങ്ങുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികളുമായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം കടുക്കുമ്പോൾ നിലമ്പൂർ ആർക്കൊപ്പമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.